everyone and welcome back to my YouTube channel Digital Diaries of Lena. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒരു പോസ്റ്റ് കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത് ചോദിക്കാം ആൻഡ് ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും എന്ന്. ആൻഡ് അതിന്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ആൻഡ് ഇത് നമ്മുടെ സെക്കൻഡ് പാർട്ടാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വന്നിട്ട് ഡെൽബർട്ട് ബിനോയ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് ചേച്ചി നോർമലി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ്? ക്ലാസ് നോർമലി സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു കഴിഞ്ഞ 2 വർഷമായിട്ട് നവംബറിലാണ് ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ അലോട്ട്മെന്റ് പ്രോസസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ലെങ്തി ആയിട്ടുള്ളതാണ്. ഒരുപാട് ഡിലേയും കാര്യങ്ങളും എല്ലാം വരും. ഇവർ ഈ പറഞ്ഞ സമയത്ത് ഇവരത് കംപ്ലീറ്റ് ചെയ്യത്തില്ല അലോട്ട്മെന്റ്സ് ഒക്കെ. അതുകൊണ്ട് ഓൾമോസ്റ്റ് ഒരു നവംബറോടെയാണ് നമ്മുടെ ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ആവുക. അപ്പൊ നിങ്ങൾ ഈ ഒരു ഇയറും അങ്ങനെ തന്നെ എക്സ്പെക്ട് ചെയ്താൽ മതി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് കോളേജ് ഓപ്ഷൻ അറേഞ്ച്മെന്റ് ചെയ്യുമ്പോൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് കിട്ടാൻ മാക്സിമം ചാൻസ് കൂടിയ കോളേജ് ആണോ അതോ നമ്മുടെ മാർക്കിന് കിട്ടാൻ ചാൻസ് ഉള്ള ബെസ്റ്റ് കോളേജ് ആണോ കൊടുക്കേണ്ടത് ഫോർ ഗെറ്റിംഗ് എ കോളേജ് ഇൻ നോർമൽ അലോട്ട്മെന്റ്? ഞാൻ വിചാരിക്കുന്നത് ഒന്നാമത്തെ കാര്യം ചോദിച്ചിരിക്കുന്നത് നമുക്ക് കിട്ടാൻ ഏറ്റവും ചാൻസ് ഉള്ള കോളേജ് നോക്കിയാണോ അതോ താല്പര്യമുള്ള കോളേജ് നോക്കിയാണോ കൊടുക്കേണ്ടതെന്നാണ്. അപ്പം LBSലാണെങ്കിൽ നമ്മുടെ പ്രയോറിറ്റി എന്താണ്, നമുക്ക് ഇഷ്ടമുള്ള കോളേജ് ഏതാണ്, നമുക്ക് നമ്മുടെ മാർക്കിന് ആ കോളേജ് കിട്ടുമോ കിട്ടില്ലല്ലോ അങ്ങനെയൊന്നും ആലോചിക്കാതെ നമുക്ക് താല്പര്യമുള്ള കോളേജ് ആ ഒരു ഓർഡർ വൈസ്. ചിലപ്പം നമ്മുടെ മാർക്കിന് എന്ത് കിട്ടത്തില്ലായിരിക്കും, ഗവൺമെന്റ് കിട്ടത്തില്ലായിരിക്കും എന്നും പറഞ്ഞാൽ ആദ്യമേ സെൽഫ് ഫിനാൻസിങ് വെക്കാം. ആദ്യമേ ഗവൺമെന്റ് വെച്ചിട്ട് എന്താണോ നമ്മുടെ ഇഷ്ടം ആ ഇഷ്ടത്തിനനുസരിച്ച് കോളേജ് ഓപ്ഷൻ വെക്കുക. LBSലാണെന്നുണ്ടെങ്കിൽ ഇനി PNC മാക് AMCS FNC ഒക്കെ ആണെങ്കിൽ അവിടെ കോളേജിന്റെ നമ്പറിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. അങ്ങനെയുള്ളിടത്താണെങ്കിൽ നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ളത് മാത്രം വെക്കുക. കാരണം അവിടെ 10ഉം 15ഉം കോളേജല്ലേ വെക്കാൻ പറ്റൂ. LBSൽ അങ്ങനെ ഇല്ലല്ലോ, എത്ര നമ്പർ കോളേജ് വേണമെങ്കിലും വെക്കാം. മൂന്നാമത് ചോദിക്കുന്നത് സിമെറ്റ് കോളേജസിനെ റാങ്ക് വൈസ് അറേഞ്ച് ചെയ്യാൻ പറ്റുമോ? കോളേജ് ഫെസിലിറ്റീസ്, ഇൻഫ്രാസ്ട്രക്ചർ, മെഡിക്കൽ എക്സ്പോസർ, ഹോസ്റ്റലൊക്കെ വെച്ചിട്ട്. അത് ഞാൻ പാർട്ട് 1 വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇൻഡെക്സ് മാർക്ക് 290.83 ആണ് ഇൻഡെക്സ് സ്കോർ. അപ്പൊ സിമെറ്റിൽ കിട്ടാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? സിമെറ്റിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ദേവി ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഞാൻ LBSൽ ആപ്ലിക്കേഷൻ ജൂൺ 11 കൊടുത്തു. വെരിഫിക്കേഷൻ ഇതുവരെ നോട്ട് കംപ്ലീറ്റഡ് എന്ന് കാണിക്കുന്നു. ബട്ട് ഞാൻ കൊടുത്തു കഴിഞ്ഞ് ജൂൺ 25 കൊടുത്ത കുട്ടികളുടെയൊക്കെ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്ത്. എനിക്ക് ഡൗട്ടാണ്, ഞാൻ കൊടുത്ത മാർക്ക് ലിസ്റ്റ് കോപ്പി രജിസ്റ്റർ നമ്പർ ഇല്ല, അതുകൊണ്ടാണോ 2026 പാസ് ഔട്ട്? ആ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എപ്പോൾ കൊടുക്കുന്നു അങ്ങനെയൊന്നും അതിനെയൊന്നും ബേസ് ചെയ്തിട്ടല്ല. ഞാൻ പറഞ്ഞല്ലോ മാനുവലി ചെയ്യുന്ന ഒരു സാധനമാണ്, ഇതിന് സമയമെടുക്കും. അതുകൊണ്ടാണ് കേട്ടോ. ഇതിപ്പം 7 ദിവസം മുമ്പ് ഇട്ടതാണ്. ഈ വീഡിയോ അപ്ലോഡ് ആവുന്ന സമയമാകുമ്പോഴത്തേക്ക് ഈ ഒരു കറക്ഷൻ പ്രോസസ്സുകളെല്ലാം കഴിഞ്ഞ് കാണുമായിരിക്കും. നമ്മൾ കൊടുത്തതിൽ മാർക്ക് ലിസ്റ്റ് വരാത്തതെന്ന് പറഞ്ഞാൽ 2026 പാസ് ഔട്ട് ആയവർക്കൊന്നും അത് വരില്ല കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇൻഡെക്സ് സ്കോർ എന്ന് പറഞ്ഞാൽ 291.66 ആണ്. അപ്പം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കിട്ടുമോ? OBC ഈഴവയാണ്. നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു ഗവൺമെന്റ് കിട്ടുമോ എന്ന് നമുക്ക് ഉറപ്പിച്ച് ആരുടെ അടുത്തേ പറയാൻ പറ്റും. ഏതൊക്കെ ഇൻഡെക്സ് മാർക്കുള്ളവർക്ക് 300ഉം 299 മാത്രമേ പറയൂ. ബാക്കിയൊക്കെ എന്താ പറയാ, നമ്മുടെ ലെക്കാണ്. ആ ഒരു വർഷത്തെ കോമ്പറ്റീഷൻ, അതേപോലെ നമ്മുടെ റിസർവേഷനിലെ കോമ്പറ്റീഷൻ. നമുക്ക് സെപ്പറേറ്റ് ഇപ്പൊ റിസർവേഷന് കിട്ടണമെന്നുണ്ടെങ്കിൽ റിസർവേഷൻ റാങ്ക് ലിസ്റ്റ് വരും. അപ്പൊ അവിടെ ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പം ആ ഒരു ഏരിയയിലും കോമ്പറ്റീഷൻ കുറവായിരിക്കണം. അങ്ങനെ കുറെ ഫാക്ടേഴ്സ് വരുമ്പോഴാണ് ബാക്കിയുള്ള ഇൻഡെക്സ് മാർക്കുകൾക്കൊക്കെ കിട്ടുമോ എന്നുള്ളൊരു കാര്യം നമുക്ക് പറയാൻ പറ്റുക. ആൻഡ് ഞാൻ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് കഴിഞ്ഞ വർഷം BSc നഴ്സിംഗിന് ഓരോ കോളേജിലും സ്റ്റേറ്റ് മെറിറ്റ് ആയിക്കോട്ടെ അതേപോലെ ഓരോ റിസർവേഷൻ ആയിക്കോട്ടെ കിട്ടിയിട്ടുള്ള ലാസ്റ്റ് ഇൻഡെക്സ് മാർക്കിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് ഒന്ന് റെഫർ ചെയ്ത് നോക്കാം ആ വീഡിയോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ചേച്ചിയുടെ സിമെറ്റ് കോളേജിൽ ഹോസ്റ്റൽ ഫീസ് എത്ര ആണ്? സിമെറ്റ് കോളേജിൽ എല്ലായിടത്തും ഒന്നല്ല ഹോസ്റ്റൽ ഫീസ്. ആൻഡ് എല്ലായിടത്തും ഹോസ്റ്റൽ ഫീസ് ഡിഫറെൻ്റ് ആണ്. എല്ലായിടത്തും ഹോസ്റ്റൽ ഫീസ് നിശ്ചയിക്കുന്ന ആ ഒരു ക്രൈറ്റീരിയ ഡിഫറെൻ്റ് ആണ്. അപ്പം ഞങ്ങൾക്കും ഇങ്ങനെ ഹോസ്റ്റൽ ഫീസ് ചേഞ്ചിങ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ജയശ്രീ ബിജു ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചേച്ചി, ഇംപ്രൂവ്മെന്റ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ കറക്ഷൻ ടൈമിലല്ലേ ന്യൂ മാർക്ക് ലിസ്റ്റ് വെക്കാൻ പറ്റൂ? അപ്പൊ എന്താണ് ചെയ്യേണ്ടേ? ഒന്നുകൂടെ മാർക്ക് ലിസ്റ്റ് കിട്ടുമോ? കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇംപ്രൂവ്മെന്റിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ മാർക്ക് ലിസ്റ്റ് ആഡ് ചെയ്യാൻ പറ്റുമോ? അതിനെ പറ്റിയുള്ള എല്ലാം ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അതൊന്ന് കണ്ടു നോക്കുക. നെക്സ്റ്റ് കറക്ഷൻ ഡേറ്റ്, റാങ്ക് ലിസ്റ്റ് ഡേറ്റ്, അലോട്ട്മെന്റ്, എങ്ങനെ എല്ലാ ഡേറ്റ്സും ഒന്ന് പറഞ്ഞു തരുമോ? ഇങ്ങനെയുള്ള എല്ലാ ഡേറ്റ്സും LBS പ്രസിദ്ധീകരിച്ചിട്ടില്ല. ആദ്യം ഒരെണ്ണം പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെയൊക്കെ ഡേറ്റ്. അത് കഴിഞ്ഞിട്ട് അതിൽ നിന്നെല്ലാം വിപരീതമായിട്ട് എല്ലാം അങ്ങ് പോസ്റ്റ്പോൺ ചെയ്തു. ആപ്ലിക്കേഷൻ ഡേറ്റേ അങ്ങ് പോസ്റ്റ്പോൺ ചെയ്തു. പുതിയൊരു ഷെഡ്യൂള് ഇതുവരെ LBS പ്രസിദ്ധീകരിച്ചിട്ടില്ല. LBS പറയാണ്ട് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻഡെക്സ് മാർക്ക് 275 OBC ആണെങ്കിൽ കിട്ടുമോ LBS? ഇത് മാത്രമേ വെച്ചിട്ടുള്ളൂ. 275 കിട്ടാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ്, 4 ഇയേഴ്സും പഠിക്കാൻ നല്ല പാടാണോ?
പ്രാക്ടിക്കൽസ് എക്സാം ഒക്കെ എങ്ങനെയാണ്? 4 ഇയേഴ്സും പഠിക്കാൻ പാടാണോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി പാടാണ്. ഭയങ്കര എളുപ്പമൊന്നുമല്ല. എല്ലാ ഇയറും അതേ കണക്ക് ടഫാണ്. ഒരുപാട് സബ്ജക്ട്സ് നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ നമുക്ക് ഒരുപാട് എഴുതാനും പഠിക്കാനും എല്ലാം കൂടി ഉണ്ട്. ഈസി ഒന്നുമല്ല, ടഫ് തന്നെയാണ് പഠിക്കാൻ. പിന്നെ പ്രാക്ടിക്കൽസ് അത് അതിൻ്റെ വഴിക്ക് അങ്ങ് നടക്കും. എക്സാം ഒക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പ്രാക്ടിക്കൽസും എക്സാമും ഒക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ എക്സാം പാറ്റേണും കാര്യങ്ങളും ഒക്കെ. അതൊരു നെക്സ്റ്റ് വീക്ക് അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത വീക്കൊക്കെ ആകുമ്പോഴത്തേക്ക്, എന്തായാലും ഓഗസ്റ്റ് മാസം അത് വരും. പ്രാക്ടിക്കൽ എക്സാം എങ്ങനെയാണെന്നുള്ളത് പാർട്ട് 1 വീഡിയോയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് മരിയ ഷിജു ആണ്. BSc നഴ്സിംഗിൽ ഇൻക്ലൂഡിങ് ഇന്റേൺഷിപ്പ് അല്ലേ ഈ 4 ഇയേഴ്സ്? യെസ്, ഇൻക്ലൂഡിങ് ഇന്റേൺഷിപ്പ് ആണ് ഈ 4 ഇയേഴ്സ്. 4 ഇയറിലെ ലാസ്റ്റ് സെമസ്റ്റർ എന്ന് പറഞ്ഞാൽ 8th സെമസ്റ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്റേൺഷിപ്പ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് നിവേദ്യ പ്രവീൺ ആണ് ചോദിച്ചിരിക്കുന്നത്. LBSലുള്ള എല്ലാ കോളേജസും INC അപ്രൂവ്ഡ് ആണോ? പൊതുവെ അങ്ങനെ ആണ്. പിന്നെ എല്ലാ തവണയും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. കാരണം കഴിഞ്ഞ വർഷം INC അപ്രൂവലുള്ള കോളേജിന് ഈ വർഷം നോർമലി കിട്ടാറുണ്ട്. ഇപ്പൊ 100 കോളേജ് LBSൽ എടുത്താൽ 100 INC അപ്രൂവ്ഡ് ആണോ എന്ന് ചോദിച്ചാൽ ഒന്നെങ്ങാണോ INC അപ്രൂവൽ അല്ലാത്തയും കാണും കേട്ടോ. പക്ഷെ ഭൂരിഭാഗം LBSലുള്ള എല്ലാം INC അപ്രൂവ്ഡ് ആണ്. 1-2 ഒക്കെ ഇല്ലാണ്ടെങ്കിലേ ഉള്ളൂ. അപ്പൊ അതെന്തായാലും നിങ്ങളൊന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രം വെക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അത് നിവേദ്യ പ്രവീൺ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. നഴ്സിംഗ് കോളേജൊക്കെ എങ്ങനെയാ, പ്രോഗ്രാംസ് ടൂർ ഒക്കെ ഉണ്ടാവുമോ? അത് എല്ലാ കോളേജിലും ഡിഫറെൻ്റ് ആണ്. ഇപ്പം നമ്മളൊരു ആർട്സ് കോളേജിൽ പ്രതീക്ഷിക്കുന്ന കണക്കോ മൂവീസിലൊക്കെ വിചാരിക്കുന്ന കണക്കോ ഭയങ്കര ആർഭാടങ്ങളൊന്നും കാണില്ല. പ്രോഗ്രാംസും കുറവായിരിക്കും ഒരു ആർട്സ് കോളേജിനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക്. ടൂറും അങ്ങനെയൊന്നും കാണത്തില്ല. ഇപ്പം എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ അങ്ങനെയൊന്നും കാണില്ല കേട്ടോ. നമുക്ക് ടൂറ് ചിലപ്പോൾ എന്താ 4 വർഷം ആവുമ്പോഴത്തേക്ക് 4th ഇയറിൽ ഒരു ടൂറ് അങ്ങനെയൊക്കെ കാണുള്ളൂ. അത് എല്ലാ കോളേജിലും ഡിഫറെൻ്റ് ആയിരിക്കും. ചില കോളേജസിൽ എല്ലാ ഇയറും ടൂർ കൊണ്ടുപോകുന്ന വളരെ ചുരുങ്ങിയ കോളേജസ് കാണും. പിന്നെ 4th ഇയറിൽ മിക്ക കോളേജും ടൂർ കൊണ്ടുപോകും. പ്രോഗ്രാംസ് ഒക്കെ എഞ്ചിനീയറിംഗ് കോളേജിൽ കണക്കത്തെ പ്രോഗ്രാംസ് നമ്മൾ പ്രവേശിക്കരുത് നഴ്സിംഗ് കോളേജസിൽ, പക്ഷെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. നെക്സ്റ്റ് പാർവതി ബിനു ആണ് ചോദിച്ചിരിക്കുന്നത്. +2 മാർക്ക് അപ്ലോഡ് ചെയ്തതിൽ തെറ്റുണ്ട്, കറക്ഷൻ വിൻഡോ വരുന്ന ടൈമിൽ ചേഞ്ച് ചെയ്യാൻ കഴിയുമോ? കറക്ഷൻ വിൻഡോ വരുന്ന ടൈമിൽ റിമാർക്സിൽ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ലിങ്ക് അവർ തരുമോ, അതിൽ കയറി നമുക്ക് ചേഞ്ച് ചെയ്യാം. തന്നെയല്ല ആണ് ചോദിച്ചിരിക്കുന്നത്. ചേച്ചി, ഞാൻ OBC മുസ്ലിം കാറ്റഗറിയാണ്. ഈ ഗ്രാൻസിനെ പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമോ? എത്ര എമൗണ്ട് റിസീവ് ചെയ്യും? ഹോൾ ട്യൂഷൻ ഫീ എമൗണ്ട് കവർ ചെയ്യുമോ? അതോ മന്ത്ലി സ്മാൾ എമൗണ്ട് ആണോ? അതോ സ്മാൾ എമൗണ്ട് കിട്ടിയിട്ട് എക്സ്ട്രാ എമൗണ്ട് നമ്മൾ അടയ്ക്കേണ്ടി വരുമോ? എഡ്യൂക്കേഷൻ ലോണിൽ റിലേ ചെയ്യേണ്ടി വരുമോ? ഡെഫിനറ്റ്ലി ഞാൻ ഈ ഗ്രാൻസിനെ പറ്റി ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. കാരണം ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ഇതിൽ ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്. ഒരുപാട് പേര് എൻ്റെ അടുത്ത് മെസ്സേജ് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഗ്രാൻസിനെ പറ്റി ഞാനൊരു വീഡിയോ സെപ്പറേറ്റ്ലി ചെയ്യുന്നുണ്ട്, A to Z കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള. അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ ലോണിൻ്റെ കാര്യം ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. സോ ഒരു ഓഗസ്റ്റ് മിഡ് വീക്കോടെ നിങ്ങളത് എക്സ്പെക്ട് ചെയ്യാം നിങ്ങൾക്ക് ആ ഒരു വീഡിയോ. നെക്സ്റ്റ് ഗൗരി കൃഷ്ണയാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. കറക്ഷൻ ടൈമിൽ റീവാലുവേഷൻ ശേഷമുള്ള മാർക്ക് ആഡ് ചെയ്യാൻ പറ്റുമോ? അതിനെപ്പറ്റി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓഗി കോക്രോച്ച് ആണ് ചോദിച്ചിരിക്കുന്നത്. അലോട്ട്മെന്റിൽ ഏറ്റവും ബെസ്റ്റ് കോളേജ് കിട്ടാൻ വെക്കുന്നതിൽ വല്ലോ ട്രിക്സ് ഉണ്ടോ? അപ്പൊ അലോട്ട്മെന്റിൽ ബെസ്റ്റ് കോളേജ് കിട്ടാൻ ഈ അലോട്ട്മെന്റ് കോളേജ് വെക്കുന്നതിൽ വല്ല ട്രിക്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരേ ഒരു ട്രിക്കാണുള്ളത്. അതെന്താന്ന് പറഞ്ഞാൽ മാക്സിമം ഇൻഡെക്സ് മാർക്ക് വാങ്ങിക്കുക, അല്ലെങ്കിൽ നല്ലൊരു ഇൻഡെക്സ് മാർക്ക് വാങ്ങിക്കുക. അപ്പൊ അത്രയും ഹൈ ആയിട്ടുള്ള ഇൻഡെക്സ് മാർക്ക് ആണെങ്കിൽ നമുക്ക് ബെസ്റ്റ് കോളേജ് നമ്മൾ ഫസ്റ്റ് വെച്ചാൽ നമുക്ക് അത്രയും മാർക്ക് കൂടുതലായതുകൊണ്ട് കിട്ടും. അല്ലാതെ വേറെ ഒരു ട്രിക്കും ഇല്ല. നല്ല മാർക്ക് ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് കോളേജ് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് വൈഷ്ണവ് ആണ് ചോദിച്ചിരിക്കുന്നത്. ചേച്ചി, ഞാൻ കേട്ടു സിമെറ്റിൽ ഏകദേശം 1 ഇയർ ഫീ 95,000 ആണെന്ന്. നമ്മൾ അഡ്മിഷൻ ടൈമിൽ അത് ഫുൾ പേ ചെയ്യണ്ടേ? ഇതിൽ ഹോസ്റ്റൽ ഫീ കൂടി ഇൻക്ലൂഡഡ് അല്ലേ? അതോ അത് സെപ്പറേറ്റ് പേ ചെയ്യണോ നമ്മൾ അഡ്മിഷൻ ടൈമിൽ? ഹോസ്റ്റൽ ഫീ അടച്ചാൽ പിന്നെ എപ്പോഴാ ചേച്ചിയുടെ കോളേജ്? എക്സാമ്പിൾ വെച്ച് പറഞ്ഞാൽ മതി. എല്ലാ മന്തും ആണോ അതോ ഇയർലി ആണോ? പിന്നെ ചേച്ചിയുടെ കോളേജ് യൂണിഫോം ഏത് പാറ്റേൺ ആണ്? ഡ്യൂറിങ് ക്ലാസ് കളർ കൂടി പറയാമോ? ഓക്കെ, സിമെറ്റിൽ ഏകദേശം 1 ഇയർ ഫീസ് 95,000 ആണെന്ന് കേട്ടു എന്ന് പറഞ്ഞാൽ 1 ഇയർ ഫീസ് NRI കോട്ടയല്ല. ഇപ്പം സാധാ മെറിറ്റ് ഫീസ് ട്യൂഷൻ ഫീ വരുന്ന 83,000 കേട്ടോ. അപ്പൊ നമ്മള് ഈ ട്യൂഷൻ ഫീ സ്പെഷ്യൽ ഫീ കൂടി ചേർത്താണ് കൊടുക്കുന്നത്. അപ്പൊ ട്യൂഷൻ ഫീ സ്പെഷ്യൽ ഫീ കൂടി ചേരുമ്പോഴത്തേക്ക് ഒരു വർഷം 1,02,000 സംതിങ് ആവുന്നുണ്ട്. അതിപ്പോ LBSലൂടെ കിട്ടുന്ന എല്ലാ സെൽഫ് ഫിനാൻസിങ് കോളേജും ഗവൺമെന്റ് അണ്ടർടേക്കിംഗ് കോളേജിനും ആ ഒരു റേറ്റ് ആണ് ആവുന്നത്. അപ്പം ഈ ഒരു തുക നമ്മൾ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി കോളേജിൽ പോകുന്ന സമയത്ത് നമ്മൾ അടയ്ക്കണം. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ വേറെ കുറച്ച് എമൗണ്ട് അടയ്ക്കണം. യൂണിയൻ ഫീ, പിന്നെ നമ്മുടെ PTA ഫീ,
അങ്ങനെ കുറച്ച് ഫീസ് ഉണ്ട്. അതൊരു 2000 3000 ഒക്കെ വെച്ചൊക്കെ ആവും. അത് നമ്മൾ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഹോസ്റ്റൽ ഫീസ്, പിന്നെ നമ്മൾ കോഷൻ ഡെപ്പോസിറ്റ് അടയ്ക്കണം. കോളേജിൽ ഒരു കോഷൻ ഡെപ്പോസിറ്റ് ഉണ്ട്, അത് നമ്മൾ അടയ്ക്കണം. ഇനി കോളേജ് ഹോസ്റ്റലിലാണ് നമ്മൾ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഹോസ്റ്റലിലെ കോഷൻ ഡെപ്പോസിറ്റ് ഉണ്ട്, അത് അടയ്ക്കണം. ഹോസ്റ്റൽ ഫീസ് മന്ത്ലി ആണ് നമ്മൾ അടയ്ക്കുന്നത്. മന്ത്ലി ആണ് നമ്മൾ ഹോസ്റ്റൽ ഫീസ് അടയ്ക്കുന്നത്. എല്ലാ മാസാവസാനം അവരൊരു ഫീസ് ഇടും. ആ ഫീസ് നമ്മൾ അടയ്ക്കണം. പിന്നെ ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ, ഹോസ്റ്റലിലെ കോഷൻ ഡെപ്പോസിറ്റ് അടയ്ക്കണം. ഈ ഹോസ്റ്റലിലെ കോഷൻ ഡെപ്പോസിറ്റ് അപ്പം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടയ്ക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സൗകര്യം പോലെ അടയ്ക്കാം. പിന്നെ ഹോസ്റ്റൽ ഫീസ് ഒന്നും അപ്പോഴും അടയ്ക്കണ്ട, അത് നമ്മൾ സ്റ്റേ ചെയ്തതിന് ശേഷമാണ് അടയ്ക്കേണ്ടത്. എൻ്റെ കോളേജിലെ യൂണിഫോം പാറ്റേൺ ഏതാന്ന് ചോദിച്ചാൽ, കോളേജിൽ പോസ്റ്റിങ്ങിന് പോകുമ്പോഴാണ് യൂണിഫോം വരുന്നത്. അപ്പം ഇപ്പം കഴിഞ്ഞ ഇയർ തൊട്ട് സ്ക്രബ്സ് ആക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് സ്ക്രബ്സ് ആയിരിക്കും വരുന്നത്. അതൊരു തരം പച്ച കളർ സ്ക്രബ്സ് ആണുള്ളത്. പച്ച എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ പുറത്ത് കാണുന്ന ആ ഒരു പച്ചയല്ല, ഒരു ചാണകപ്പച്ച കളറ്. ഏതാണ്ട് എൻ്റെ ഈ ഫോണിൻ്റെ ബാക്ക് കവർ ഉണ്ടോ, ഏതാണ്ട് ഇതേപോലത്തെ എങ്ങാണ്ട് തോന്നി. ഇതിലും ഇത്തിരിയും കൂടി ഡാർക്ക് ആയിട്ടുള്ള, ഇത് ലൈറ്റ് റിഫ്ലക്ഷൻ അടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനത്തെ ഒരു പച്ച കളറാണ് സ്ക്രബ്സ് വരുന്നത്. നെക്സ്റ്റ് വൈഷ്ണവ് ചോദിച്ചിരിക്കുന്ന നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ചേച്ചി ഇപ്പോൾ നമ്മൾ നഴ്സിംഗ് പഠിച്ചിറങ്ങിയാൽ കോളേജുകാർ പ്ലേസ്മെന്റ് തരുമോ, അതോ നമ്മൾ ജോലി അന്വേഷിച്ച് നടക്കണോ? സിമറ്റിൽ എങ്ങനെയാണ്? അത് ഓരോ കോളേജിലും ഡിഫറെൻ്റ് ആയിരിക്കും. സിമറ്റിൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പ്ലേസ്മെന്റ് ഓപ്ഷൻസ് ഒക്കെ തരാറുണ്ട്. എല്ലാ സിമറ്റിലും ഒരേപോലെ ആണോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ കാര്യം എനിക്കറിയില്ല. ആരെങ്കിലും പ്ലേസ്മെന്റിനായിട്ട് സിമറ്റിൽ നിന്ന് എല്ലാ വർഷവും പ്ലേസ്മെന്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ച് ഇയറിൽ പ്ലേസ്മെന്റ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഹോസ്പിറ്റൽസ് വരികയാണെന്നുണ്ടെങ്കിൽ അത് ഇന്റർവ്യൂ ചെയ്തിട്ട് അവിടെ പ്ലേസ്മെന്റ് പോയിട്ടുണ്ട്. ആൻഡ് എല്ലാ ഇയറും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ഇയർ ഇല്ലായിരുന്നു. ബാക്കി കഴിഞ്ഞ ഇപ്പൊ പഠിച്ചിറങ്ങിയ ഒരു ബാച്ചിനില്ലായിരുന്നു. ബട്ട് അതിന്റെ മുമ്പ് പ്ലേസ്മെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഏതെങ്കിലും ഹോസ്പിറ്റലിൽ സമീപിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് പ്ലേസ്മെന്റ് കൊടുക്കും. എല്ലായിടത്തും അങ്ങനെ പ്ലേസ്മെന്റ് കൊടുക്കണം എന്ന് നിർബന്ധമില്ല. ക്വസ്റ്റ്യൻ വന്ന് ചോദിച്ചിരിക്കുന്നത് ലയ സുധീഷ് ആണ്. നമ്മൾ ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഒരു കോളേജ് കിട്ടിയാൽ അതിന്റെ ടോക്കൺ ഫീ ഓൺലൈനിലായിട്ടല്ലേ പേ ചെയ്യേണ്ടത്? അത് എവിടേക്കാ ചെയ്യുക? എനി നമ്പർ ഓർ ലിങ്ക് അവൈലബിൾ ആക്കൂ? നമുക്ക് ഒരു അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ നമ്മൾ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് കയറില്ലേ, അപ്പോൾ അവിടെ ഓപ്ഷൻ വരും ടോക്കൺ ഫീ അടയ്ക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി, അതിലൂടെ നമുക്ക് പേ ചെയ്യാൻ പറ്റും ഫീസ്. അതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻസ്. ആ പോസ്റ്റിന് താഴെ വന്ന എല്ലാ ക്വസ്റ്റ്യൻസിനും ഞാൻ ആൻസർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. സോ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ ഫോർ മോർ സച്ച് നഴ്സിംഗ് റിലേറ്റഡ് കണ്ടന്റ്സ്. ആൻഡ് അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.